ഈ ദൗത്യത്തിലും എന്നെ അമ്മ കാത്തു രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൈപിടിച്ച് കൊട്ടാരം വരെ എന്നൊന്ന് കൊണ്ടുപോകുമോ? തമ്പുരാനോട് ഞാൻ പറയാം, അന്ധതയും കൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കോളാന്ന്. ഒരു ദുരന്തത്തിലേക്ക് തമ്പ്രാട്ടിക്കുട്ടിയെ യാത്രയാക്കാൻ വയ്യ. ശരി, പോകാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അങ്ങ് ഈ ക്ഷേത്രനടയിൽ വെച്ച് എന്നോട് പറയണം. എന്താണ്? ദേശമംഗലത്തമ്മയുടെ ശക്തിയിൽ അങ്ങയ്ക്ക് തീരെ വിശ്വാസമില്ല എന്ന്, ആപത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല എന്ന്. എന്താ, അങ്ങനെ പറയാൻ പറ്റുമോ? അതൊരിക്കലുമില്ല. അമ്മയുടെ ചൈതന്യം എന്താന്ന് നിത്യേന ഇവിടെ വരുന്ന ഭക്തർ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് എനിക്കറിയാം. പിന്നെ സംശയിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ എന്റെ യാത്രയെ സംശയിക്കുന്നത് എങ്ങനെ? അങ്ങ് സമാധാനമായി ഉറങ്ങൂ. അങ്ങയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള വീരശൈവ പുഷ്പം ഞാൻ കൊണ്ടുവന്നിരിക്കും. ഇതെന്റെ കടമയാണ്. ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കുന്നവൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അല്ലാതെയും. തമ്പുരാട്ടി, ആദ്യം കാഴ്ച തിരിച്ചു കിട്ടട്ടെ. എന്നിട്ട് എനിക്കൊരു കാര്യം അങ്ങയോട് പറയാനുണ്ട്. എന്താണ്? ആദ്യം കാഴ്ച കിട്ടട്ടെ, എന്നിട്ട് പറയാം. പ്രഭാതത്തിൽ എഴുന്നേൽക്കണം. കാടിന്റെ അതിർത്തി വരെ ജ്യേഷ്ഠൻ തമ്പുരാനും സേവകരും ഉണ്ടാവും. അത് കഴിഞ്ഞ് തനിച്ച് ഒരു ശുഭയാത്ര നേരണം. അതാണ് അങ്ങ് ചെയ്യേണ്ടത്. തീരുമാനങ്ങളിൽ നിന്ന് തമ്പുരാട്ടിയെ പുറകോട്ട് വലിക്കാൻ പറ്റില്ല. മനസ്സിന്റെ ഉറപ്പ് അത്രയുമാണ്. ഇനി എനിക്ക് എന്ത് പറയാൻ പറ്റും? പോയി വരൂ. ഈ നടയിൽ തമ്പ്രാട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ ഞാനുണ്ടാകും. അത് മതി. അതെന്നെ കാത്തോളും. ജ്യേഷ്ഠൻ തമ്പുരാൻ, ഇനി അങ്ങ് തിരിച്ചു പോയിക്കോളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ തനിച്ചു മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചമി, നാം ഇവിടെ തന്നെ കാത്തു നിൽക്കാം. നീ പോയി വന്നോളൂ. ഈ കൊടുങ്കാട്ടിലേക്ക് കയറുമ്പോൾ സകലതും ദേശമംഗലത്തമ്മയെ സമർപ്പിച്ചാണ് ഞാൻ പോകുന്നത്. ആപത്തുണ്ടാവില്ല ജ്യേഷ്ഠ. നിശ്ചയം. അങ്ങ് തിരിച്ചു പോയിക്കോളൂ. ഇത് ജീവിതത്തിൽ അനിവാര്യമായ ഒരു യാത്രയാണ്. തുണയായി ദേശമംഗലത്തമ്മയും പരമ്പൊരുളായ പരമശിവനും ഉണ്ട്. അങ്ങ് വേവലാതിപ്പെടാതിരിക്കൂ. ഏറ്റെടുത്തിരിക്കുന്ന ജോലി എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ അല്ലേ? ഉണ്ട് തമ്പുരാൻ. വീരശൈവ പുഷ്പം തേടിപ്പോയ പഞ്ചമി ജീവനോടെ ഒരിക്കലും ആ കൊടുങ്കാട്ടിൽ നിന്ന് പുറത്തു വരരുത്. കാരണം തമ്പുരാനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലത് അവശേഷിപ്പിക്കുക എന്നല്ലാതെ തോൽവി പറ്റാൻ പാടില്ല. തമ്പുരാൻ, ഇങ്ങനെയുള്ളൊരു കൊടുങ്കാട്ടിൽ തനിച്ചു പോകുന്നൊരു സ്ത്രീ എത്രമാത്രം ദുർബലയായിരിക്കും. ഞങ്ങളുടെ കരുത്തിനെ നേരിടാൻ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് നിങ്ങൾ തെറ്റുവരുത്തുന്നത്. ഒരു കാലത്ത് ദേശമംഗലത്തെ ജനത മുഴുവൻ ഉപേക്ഷിച്ച പെണ്ണാണവൾ. പക്ഷെ അവൾ ഇന്ന് തമ്പുരാൻ കഴിഞ്ഞാൽ എല്ലാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനർത്ഥം സവിശേഷമായ ചില കഴിവുകൾ പഞ്ചമിക്കുണ്ട് എന്നാണ്. അത് കാണാതെ പോകരുത്. അതിന്റെ പേരിൽ അബദ്ധങ്ങളും കാണിച്ചു കൂട്ടരുത്. തമ്പുരാൻ ഭയപ്പെടണ്ട. എത്രയും പെട്ടെന്ന് അവളുടെ മരണവാർത്ത ഈ കാതുകളിൽ ഞങ്ങൾ എത്തിച്ചിരിക്കും. സുന്ദരരാജൻ തമ്പുരാന് ശേഷം നാം ആയിരിക്കും ഭരണത്തിലേറുക എന്നൊരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ അവധൂതന്റെ വരവും പഞ്ചമിക്ക് വേണ്ടിയുള്ള അന്വേഷണവും അതൊക്കെ മാറ്റിമറിച്ചിരിക്കുന്നു. പഞ്ചമിയുടെ വരവോടെ തമ്പുരാന്റെ നല്ല കാലം ആരംഭിച്ചു. പഞ്ചമിയുടെ മരണത്തോടെ അത് അവസാനിക്കുകയും വേണം. ദുഃഖത്തിലാണ്ടുപോകുന്ന തമ്പുരാന് രാജ്യകാര്യങ്ങൾ നിർവഹിക്കാനാവാതെ വരുമ്പോ ചുമതലകൾ വരാനുള്ളത് ഈ ശിവശങ്കരന്റെ അടുത്തേക്കാണ്. ഓർത്തോളൂ, അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് നാം എത്തിച്ചേർന്നാൽ അന്നും നമ്മുടെ വിശ്വസ്തർ നിങ്ങൾ തന്നെയായിരിക്കും. ദേശമംഗലത്തിന്റെ മണ്ണിൽ എന്തു വേണമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാം. അത് നിങ്ങൾക്ക് സ്വന്തം.
ഇത് നമ്മുടെ വാക്ക്. എങ്കിലിതാ ഞങ്ങൾ വാക്ക് തരുന്നു. ഈ ലോകത്ത് ഏതു വലിയ ശക്തിയും അവൾക്ക് കാവലായി ആ കാട്ടിലുണ്ടായാലും ഞങ്ങൾ അവളെ വധിച്ചിരിക്കും. അങ്ങ് ദേശമംഗലത്തിന്റെ ഭരണസാരഥിയാകുമെങ്കിൽ അതിനേക്കാൾ വലുത് നമുക്ക് മറ്റെന്താണ്? എങ്കിൽ ശരി, യാത്രയായിക്കൊള്ളൂ. ദേശമംഗലത്ത് ഒരു പുതിയ യുഗം തുടങ്ങട്ടെ. ആഗ്രഹിച്ചൊന്നും വിട്ടുകൊടുത്തിട്ടില്ല ശിവശങ്കരൻ. അനുജത്തിക്കൊരു വീരചരമമിരിക്കട്ടെ. കുയിലുകൾ, കുഞ്ഞിക്കിളികൾ, മയിലുകൾ എല്ലാവരും എനിക്ക് സ്വാഗതം ഓതുന്നത് പോലെ അമ്മേ മഹാമായേ, ദുഷ്കരമായ ഈ കാനനത്തിൽ മനസ്സ് തെല്ലും പതറാതെ നടക്കാൻ കഴിയുന്നത് അവിടുത്തെ അനുഗ്രഹം തന്നെ. അമ്മേ മഹാമായേ, അമ്മേ മഹാമായേ. തമ്പുരാൻ, കിഴക്ക് ദേശത്ത് നിന്നെത്തിയ വിദ്വാൻമാരെ ഇന്ന് കാണാൻ അങ്ങ് പറഞ്ഞിരുന്നു. സദസ് നാളെ കഴിഞ്ഞാവാമെന്ന് നാം മന്ത്രിമുഖ്യനെ കൊണ്ട് സന്ദേശം അയപ്പിച്ചിരുന്നു. അങ്ങ് ആകെ അസ്വസ്ഥനാണല്ലോ. പഞ്ചമിയുടെ യാത്രയാണ് കാരണമല്ലേ? അതേ മീനാക്ഷി, പഞ്ചമിയെക്കുറിച്ചുള്ള ചിന്ത മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. എങ്കിൽ പിന്നെ യാത്രയ്ക്ക് അനുവാദം കൊടുത്തത് എന്തിനാ? യാത്ര ദേവീകൽപ്പനയായിട്ടല്ലേ പഞ്ചമി കാണുന്നത്. പിന്നെ എങ്ങനെ നാം തടുക്കും? പണ്ട് പഞ്ചമിക്ക് തനിച്ച് യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ നമ്മുടെ ആജ്ഞ പോലും അവൾക്കെതിരായിരുന്നു. പക്ഷെ ഇപ്പോ വേണ്ടായിരുന്നു. കൊടുങ്കാട്ടിലേക്ക് തനിച്ച്, അതും ഇന്നൊരു ദിവസം അവിടെ തങ്ങണമെന്ന അവസ്ഥയിൽ. ദേശമംഗലത്തിന്റെ ദേവി പഞ്ചമിക്ക് കാവലുണ്ടല്ലോ. അപ്പൊ പിന്നെ ഭയത്തിന് അടിസ്ഥാനമുണ്ടോ? അങ്ങ് സമാധാനായിരിക്കും. ദേവിയുടെ അനുഗ്രഹത്തോടെ പഞ്ചമി വിജയിച്ച് തിരിച്ചു വരും. ഒരേ ഒരു ധൈര്യം അതുമാത്രമാണ്. അമ്മേ ഭഗവതി. പഞ്ചമി തിരിച്ചെത്തിയപ്പോഴേക്കും പുനഃപ്രതിഷ്ഠയുടെ തിക്കും തിരക്കും ആരംഭിച്ചു. എല്ലാത്തിൻ്റെയും നേതൃത്വം അവൾ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. നീണ്ട കാലത്തെ അലച്ചിലിന് ശേഷം ഒന്ന് വിശ്രമിക്കാനോ വിനോദിക്കാനോ പഞ്ചമിക്ക് സമയം ലഭിച്ചില്ല. മീനാക്ഷി, തിരിച്ചെത്തുന്ന പഞ്ചമിക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അവളുടെ കാര്യങ്ങൾക്ക് മാത്രം 3 or 4 തോഴിമാരെ ചുമതലപ്പെടുത്തണം. സംഗീതമോ നൃത്തമോ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഏർപ്പാടും മുറ പോലെ ചെയ്യുക. എല്ലാം ചെയ്യാം. അങ്ങ് സമാധാനായിരുന്നാലും. ശരി, മീനാക്ഷി പൊയ്ക്കോളൂ. അങ്ങും എന്നോടൊപ്പം വരൂ. അല്പസമയം പൂജാമുറിയിൽ വന്നിരിക്കൂ. പഞ്ചമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാവാം. അങ്ങയുടെ മനസ്സൊന്ന് സ്വസ്ഥമാവുകയും ചെയ്യും. വരൂ തമ്പുരാൻ. അമ്മേ മഹാമായേ, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ മഹാമായേ, അമ്മേ മഹാമായേ, അമ്മേ മഹാമായേ, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ മഹാമായേ. പഞ്ചമി തമ്പുരാട്ടിക്ക് എന്തൊരു സൗന്ദര്യമാണോ! ഇത്രയും സൗന്ദര്യമുള്ള ഒരുത്തിയെ നമ്മൾ കൊല്ലണോ? നമ്മൾ കൊന്നില്ലെങ്കിൽ ശിവശങ്കരൻ തമ്പുരാൻ നമ്മളെ കൊല്ലില്ലേ? നമ്മൾ തിരിച്ച് ദേശമംഗലത്തേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ച പോരെ? താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കവളെ സ്വന്തമാക്കാൻ പറ്റുകയാണെങ്കിലോ? അതെങ്ങനെ? തിരിച്ചു ചെന്നാൽ ശിവശങ്കരൻ തമ്പുരാൻ അവളെ കൊല്ലുമെന്ന് പറഞ്ഞ് അവളെ മനസ്സിലാക്കിക്കണം. ഒരു കാരണവശാലും അവൾ ദേശമംഗലത്തേക്ക് പോകാൻ പാടില്ല എന്ന് അവൾ തീരുമാനിക്കണം. അപ്പോ നമ്മുടെ കൂടെ മറ്റെവിടെയെങ്കിലും വരാൻ തമ്പുരാട്ടിക്കുട്ടി നിർബന്ധിതയാകില്ലേ?
നമ്മൾ സുഹൃത്തുക്കളാണ്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, എന്ത് കിട്ടിയാലും അത് പങ്കിട്ട് അനുഭവിക്കണമെന്ന്. അതുപോലെ തമ്പുരാട്ടിക്കുട്ടിയെ എന്തുകൊണ്ട് നമുക്ക് പങ്കിട്ട് അനുഭവിച്ചുകൂടാ? പങ്കിട്ട് അനുഭവിക്കാൻ എന്തൊക്കെ വിഡിതമായി പറയുന്നു. വിഡ്ഢിതമാകുന്ന എങ്ങനെ? പഞ്ചപാണ്ഡവർ പാഞ്ചാലിയെ കൊണ്ടുവന്നപ്പോ കുന്തിദേവി അവരോട് ആവശ്യപ്പെട്ടത് എല്ലാവരോടും കൂടി പങ്കിട്ട് അനുഭവിക്കാനല്ലേ? അവർ തമ്മിൽ ഒരിക്കലെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ലല്ലോ. ആശയം നല്ലതാ, പക്ഷെ തമ്പുരാട്ടിക്കുട്ടിക്ക് സമ്മതമാവൂ? സമ്മതിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് പറയണം. ജീവനാണല്ലോ പ്രധാനം. അപ്പൊ സമ്മതിക്കുമായിരിക്കും. അയ്യോ, എന്തു പറ്റി? നടയ്ക്ക് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കാന്ന് കരുതി. എങ്കിൽ വരൂ. അമ്മയുടെ നടയിലെത്തി. നന്നായി പ്രാർത്ഥിച്ചോളൂ. അമ്മേ ഭഗവതി, തിരുമേനി, അശുഭങ്ങൾ അറിയാൻ മറ്റാരേക്കാളും അങ്ങയ്ക്ക് പറ്റുമല്ലോ. പഞ്ചമിയുടെ യാത്ര ശുഭമല്ലേ? ലക്ഷണങ്ങളിലൊന്നും ഒരു അശുഭവും നാം കാണുന്നില്ല. പിന്നെ പോയിരിക്കുന്നത് പഞ്ചമി തമ്പുരാട്ടിയല്ലേ, ഒരാപത്തും സംഭവിക്കില്ല. ദേശമംഗലത്ത് ദേവിയുടെ പൂജയ്ക്ക് തമ്പുരാന്റെ കുറിമാനം വന്നിട്ടും നാം അത് ആദ്യം നിഷേധിച്ചു. പക്ഷേ പഞ്ചമി തമ്പുരാട്ടി വന്ന് പറഞ്ഞപ്പോ തള്ളിക്കളയാൻ തോന്നിയില്ല. കാരണം അതൊരു കൽപ്പനയായിരുന്നില്ല. ദേശമംഗലത്തിന്റെ ഓരോ പ്രജകളുടെയും മനസ്സ് പഞ്ചമി തമ്പുരാട്ടിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. അതുമാത്രമല്ല, അന്ന് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ, കുഞ്ഞിനുള്ള സൗകര്യങ്ങൾ ഒന്നിനും ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. പലപ്പോഴും എന്റെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ ഒരു ദാസിപ്പെണ്ണിന്റെ ഭാവത്തിലാണ് പഞ്ചമി തമ്പുരാട്ടി നിർവഹിക്കുന്നത്. അതെ, നന്മ നിറഞ്ഞ മനസ്സാണ് പഞ്ചമിയുടേത്. ഒരിക്കലും ഉലയാത്ത ദൈവഭക്തി. പഞ്ചമിക്കൊന്നും സംഭവിക്കരുത്. ഇത്രയും ചൈതന്യത്തോടെ ദേശമംഗലത്തമ്മ കാവലിരിക്കുകയല്ലേ. അമ്മയുടെ ഏറ്റവും നല്ല പരിചാരികയ്ക്ക് ആപത്തെന്തെങ്കിലും പിണയോ? ഒരിക്കലുമില്ല. തിരിച്ചെത്തിയാലേ സമാധാനം കിട്ടുകയുള്ളൂ. വീരശൈവ പുഷ്പം കിട്ടുകയോ എന്റെ അന്ധത മാറുകയോ അതൊന്നും ഒരു വിഷയമേ അല്ല. പഞ്ചമി തിരിച്ചെത്തി എന്നുള്ള വാർത്ത, അത് മാത്രമേ എന്റെ മുന്നിലുള്ളൂ. എല്ലാം അമ്മയുടെ തീരുമാനങ്ങളല്ലേ. പഞ്ചമി തമ്പുരാട്ടിക്ക് കൂടി പ്രാർത്ഥിച്ചോളൂ. ഉഷപൂജയ്ക്കുള്ള സമയമായി. നാം ഒന്ന് സ്നാനം ചെയ്തിട്ട് വരാം. അമ്മേ ദേവി, കണ്ടില്ല. ഭാഗ്യം. കുറച്ചുകൂടി അകന്ന് നടക്കാം. ഇപ്പോ നമ്മളെ കാണണ്ട.
സൂര്യമംഗലം ദേശത്തിന്റെ അധിപതി നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി ഉദയവർമ്മന് നമ്മുടെ പ്രണാമം. പ്രണാമം സുന്ദരരാജൻ. മുന്നറിയിപ്പായി ഒരു ഓല കൊടുത്തയച്ചിരുന്നെങ്കിൽ നാം നമ്മുടെ ക്ഷേത്ര ദർശനം സായന്ത്രത്തിലാക്കിയേനെ. യഥാവിധി അങ്ങയെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുമായിരുന്നു. വിശേഷിപ്പിച്ചത് ചങ്ങാതി എന്നാണല്ലോ. അപ്പോ ഓല കൊടുത്തയക്കേണ്ട ആവശ്യമുണ്ടോ? വരവിന് പ്രത്യേകിച്ച് ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇങ്ങോട്ടെത്തിച്ചത് ദേശമംഗലത്തിന്റെ കീർത്തി കൊണ്ട് തന്നെ. ദേവി ഭഗവതിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിലും ആളുകൾ അനവധി കഥകൾ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് വരാമെന്ന് കരുതി. ക്ഷേത്രത്തിലേക്ക് നാം തന്നെ അങ്ങയെ കൂട്ടിക്കൊണ്ടുപോകാം. ആശ്ചര്യമാണ് അങ്ങയുടെ രാജ്യത്തിന്റെ പുരോഗതി. നാടുവാഴികൾ തമ്മിൽ സ്ഥിരമായി ചർച്ച ചെയ്യുന്നുമുണ്ട്. എല്ലാ പുരോഗതിയും ദേവി മഹാമായുടെ അനുഗ്രഹമാണ്. പട്ടിണിയും പരിവട്ടുമായി കിടന്നിരുന്ന നമ്മുടെ ജനങ്ങൾക്കുള്ള അനുഗ്രഹമാണിത്. ദേവിയുടെ കഥകൾക്കൊപ്പം അങ്ങയുടെ സഹോദരിയുടെ വിശേഷങ്ങൾ കൂടി നമ്മുടെ നാട്ടിലെ ബാലകർക്ക് വരെ പരിചിതമാണ്. ക്ഷേത്രത്തിലെ കർത്തവ്യങ്ങൾ മുഴുവൻ പഞ്ചമി സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കുന്നതും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും പഞ്ചമിയാണ്. അനുജത്തിയെ ഒന്ന് കാണാൻ പറ്റുമോ? പഞ്ചമി ഇപ്പൊ കൊട്ടാരത്തിലില്ല. ദേശമംഗലത്തമ്മ ഏൽപ്പിച്ചൊരു ഉദ്യമവുമായി ഒരു യാത്രയിലാണ്. തിരിച്ചെത്താൻ ഒരു നാളുകൂടി കഴിയും. സുന്ദരരാജൻ, ദേശമംഗലവുമായി ഒന്ന് കൈകോർത്താലോ എന്ന് നാം ഗാഠമായി ആലോചിക്കുന്നു. നമുക്ക് മനസ്സിലായില്ല. സൂര്യമംഗലം ദേശത്തിന്റെ അടുത്ത കിരീടാവകാശി നമ്മുടെ മകനാണ് സൂര്യവർമ്മൻ. സൂര്യവർമ്മന് മംഗല്യപ്രായമായിരിക്കുന്നു. അങ്ങയുടെ സഹോദരിയെ സൂര്യമംഗലത്തിന്റെ അനന്തരാവകാശിയായി പാണീഗ്രഹണം ചെയ്യണമെന്ന് നാമും നമ്മുടെ പ്രിയതമയും ആഗ്രഹിക്കുന്നു. എല്ലാം ദേവി മഹാമായുടെ അനുഗ്രഹം. സൂര്യമംഗലം ദേശം നമുക്കും പ്രിയപ്പെട്ട നാട് തന്നെ. അങ്ങയോടും അങ്ങയുടെ പത്നിയോടുമുള്ള മതിപ്പിന് ഒരു കുറവുമില്ല. സന്തോഷം. സൂര്യവർമ്മൻ യുദ്ധതന്ത്രത്തിൽ നിപുണനാണ്. ശാസ്ത്രങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ട്. സംഗീതത്തിലും ചിത്രരചനയിലും വ്യക്തമായ കഴിവുകളുണ്ട്. അങ്ങയുടെ സഹോദരിക്ക് നമ്മുടെ പുത്രൻ തീർത്തും അനുയോജ്യം തന്നെയായിരിക്കും. നല്ലത്. ഉദയവർമ്മന്റെ ആഗ്രഹം നാം ഏറ്റെടുത്തിരിക്കുന്നു. പൂർണ്ണ മനസ്സോടെ നമ്മുടെ അനുജത്തിയെ സൂര്യമംഗലം ദേശത്തിന്റെ അനന്തരാവകാശിയുടെ പട്ടമഹർഷിയായി വിട്ടുതരാൻ നമുക്ക് സമ്മതമാണ്. മനം നിറഞ്ഞു. ഇനി നമുക്ക് കൈകോർത്ത് നീങ്ങാം. ദേശമംഗലത്തിന്റെ ദേവീപ്രഭ സൂര്യമംഗലം ദേശത്തേക്ക് പരക്കട്ടെ. അമ്മേ മഹാമായി. സന്ധ്യാസമയം കഴിഞ്ഞാൽ യാത്ര തുടരാൻ പാടില്ല. എവിടെയാണോ എത്തുന്നത് രാത്രി മുഴുവൻ ഒരു തരി പോലും ഉറങ്ങാതെ ധ്യാനിക്കുക. അമ്മേ ഭഗവതി, ഈ കാട്ടിനകത്ത് ഒരു ഭയവുമില്ലാതെ ഇത്രയും സമയം ഞാൻ അലഞ്ഞു. അമ്മയുടെ ചൈതന്യം അടിയൻ മനസ്സുകൊണ്ട് അറിയുന്നുണ്ട്. കൽപ്പന പോലെ ഇന്നത്തെ ഈ യാത്രയിൽ ഞാൻ ധ്യാനത്തിലിരിക്കുകയാണ്. നാളെ പ്രഭാതത്തിൽ നേരായ വഴിയിൽ എന്നെ നയിക്കണേ. ഞാൻ തേടുന്ന വീരശൈവ പുഷ്പത്തിന്റെ അടുത്തേക്ക് എന്നെ എത്തിക്കണേ അമ്മേ ഭഗവതി. സുന്ദരരാജന്റെ ഇളയ സഹോദരിയുമായുള്ള നമ്മുടെ മകന്റെ ബാന്ധവം എന്തുകൊണ്ടും നമുക്ക് കരുത്തുകൂട്ടും. അല്ലേ മന്ത്രിമുഖ്യ? സംശയം എന്ത് തമ്പുരാൻ? അയൽദേശങ്ങൾ പോലും അസൂയപ്പെട്ടു പോകില്ലേ? മങ്ങേരി ദേശത്തു നിന്നും ജ്ഞാനധർമ്മന്റെ കരയിൽ നിന്നും അല്പം ചില ഭീഷണികൾ നമ്മെ അസ്വസ്ഥനാക്കുന്നുണ്ടല്ലോ. അതിനൊരു ശമനവും ഉണ്ടാവും. മാത്രമല്ല, സൗകര്യം പോലെ ദേശമംഗലത്തിന്റെ പടയുമായി ചേർന്ന് ഒരു പടപ്പുറപ്പാടുമാകാം.
എല്ലാം നല്ലത് തന്നെ തമ്പുരാൻ. പക്ഷേ എന്താ ഒരു സന്ദേഹം? കേൾക്കട്ടെ. തിരുവുള്ളക്കേടുണ്ടാകരുത്. ദേശമംഗലം തമ്പുരാന്റെ സഹോദരി നല്ലവൾ തന്നെ, അതിസുന്ദരിയാണെന്നും അറിയാം. എങ്കിലും ഒരു അന്യപുരുഷന് വേണ്ടി ഒരു കൊടുങ്കാട്ടിൽ... നിർത്തു മന്ത്രിമുഖ്യ. അടുക്കളക്കാരികളുടെയും അലക്കുകാരികളുടെയും നാവലല്ലോ അങ്ങേക്ക് വേണ്ടത്. പഞ്ചമി കാട്ടിൽ പോയിരിക്കുന്നത് ദേശമംഗലത്തമ്മയുടെ അരുളപ്പാടനുസരിച്ചാണ്. ഭഗവതിയുടെ നടയിൽ നിന്നും നിത്യരോഗികളായ എത്രയോ പേർ സുഖം പ്രാപിച്ചു പോയ കഥകൾ നാം കേട്ടിരിക്കുന്നു. ഇതും അത്രയേ ഉള്ളൂ. മാത്രമല്ല, കൊട്ടാരക്കെട്ടിന്റെ സൗകര്യങ്ങളിൽ നിന്ന് ഇത്രയും ദുഷ്കരമായ യാത്രയ്ക്ക് തയ്യാറായ ആ പെൺകിടാവിനെ വാർത്തുകയല്ലേ വേണ്ടത്? ക്ഷമിക്കണം തമ്പുരാൻ, അറിയാതെ മനസ്സിൽ നിന്നും വന്നുപോയതാ. തെറ്റ്. പഞ്ചമി ഭഗവതിയുടെ പ്രതിരൂപം തന്നെയാണ്. നമ്മുടെ ഈ ദേശത്ത് അവളുടെ പാദസ്പർശമേറ്റാൽ ദേശമംഗലത്തമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഒട്ടും അമാന്തമില്ലാതെ മാംഗല്യത്തിലുള്ള ഒരുക്കങ്ങൾ ചെയ്തു. സർവ്വദേശങ്ങളും അറിഞ്ഞുള്ള ഈ മാംഗല്യം അയൽ രാജ്യങ്ങൾക്ക് മുമ്പിൽ സൂര്യമംഗലം ദേശത്തിന്റെ പ്രഖ്യാപനം തന്നെയായിരിക്കണം. ഈ ഉദയവർമ്മന് എതിരാളികൾ ഇല്ലാത്തവനാണ്. കൽപ്പന പോലെ. നാളെ നേരം വെളുക്കുന്നതുവരെ അവളുടെ സൗന്ദര്യം കൊണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ അവളോട് സംസാരിച്ചുകൂടാ? അരുത്. അവളുടെ ചുണ്ടുകളിൽ ഭഗവതി നാമമാണ്. ധ്യാനത്തിലിരിക്കുന്ന ഭക്തിയെ ആക്രമിക്കുന്നത് ദേവീകോപം ക്ഷണിച്ചു വരുത്തലാണ്. അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ദൈവികമാണോ? ദൈവം എന്തു വിധിക്കുന്നു അത് മാറ്റി എഴുതാറില്ലേ നമ്മൾ? പിന്നെന്തിനാ ഭയപ്പെടുന്നത്? വീരഭദ്രൻ പറഞ്ഞാലും കാര്യമുണ്ട്. എങ്കിൽ ചെല്ലൂ, ധ്യാനത്തിൽ നിന്നുണർത്തി ഇപ്പോൾ തന്നെ അവളെ കീഴ്പ്പെടുത്തു. അതിനുള്ള ധൈര്യം നിങ്ങൾ ആർക്കാ ഉള്ളത്? എന്നെ കൊണ്ട് കഴിയില്ല. എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോ പിന്നെ ശേഷിക്കുന്ന മാർഗമെന്താ? നേരം വെളുക്കുന്നതുവരെ, ധ്യാനം കഴിയുന്നതുവരെ അവളുടെ സൗന്ദര്യവും നോക്കിയിരിക്കും. അത് ശരിയാ. ഭാവിയിൽ നമ്മുടെ കൂടെ ജീവിക്കേണ്ട ഒരുത്തിയെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായാൽ രക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ? ചുമതലകൾ ഏറ്റു തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഇങ്ങനൊരു ചുമതല ഏറ്റെടുത്തിട്ടില്ല. ചിലപ്പോൾ ഇത് നമ്മുടെ യോഗമായിരിക്കും. യോഗത്തിനെ കുറിച്ചും വിധിയെക്കുറിച്ചും ഒന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല. നമ്മൾ അതിനെതിരായി സഞ്ചരിക്കുന്ന കൂട്ടരല്ലേ. ഈ കാത്തിരിപ്പ് ഒരു സുഖം തന്നെയല്ലേ? അതെ, നാളെ നമുക്ക് സ്വന്തമാകാൻ പോകുന്ന അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്.